വെൽക്കം ടു ജുലീനാസ് കിച്ചൺ. എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ഒരു അറബിക് സ്വീറ്റാണ്, ലുഖൈമത്ത്. അപ്പോൾ നമുക്ക് അതെങ്ങനെയാണ് തയ്യാറാക്കേണ്ടതെന്ന് നോക്കാം. ആദ്യം നമുക്ക് ഒരു ബൗളിലേക്ക് 1.5 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. 250 ml മെഷർമെൻറ്റ് കപ്പിലാട്ടോ ഞാൻ അളന്നെടുത്തിരിക്കുന്നത്. ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഇടാം. 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇടാം. ഇനി 1 ടീസ്പൂൺ ഈസ്റ്റ് ഇടാം. ഞാനിവിടെ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ആട്ടോ എടുത്തിരിക്കുന്നത്, അപ്പോൾ ഡയറക്റ്റ് ഇടാം. മറ്റേ ബോൾ പോലത്തെ ഈസ്റ്റ് ആണെങ്കിൽ കുറച്ച് നേരം നിങ്ങൾ സോക്ക് ചെയ്ത് വെച്ചിട്ട് ഇട്ടാൽ മതി. 1 ടേബിൾ സ്പൂൺ തൈര് ഇട്ട് കൊടുക്കാം. ഇനി 1 നുള്ള് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ചെറിയ ചൂടുവെള്ളമാണ്. അധികം ചൂടുണ്ടാവരുത്. അത് നമുക്ക് കുറച്ചായിട്ട് ഒഴിച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. കംപ്ലീറ്റ് ഒഴിക്കരുത് കേട്ടോ, അപ്പോൾ നമ്മളുടെ ബാറ്റർ വല്ലാണ്ട് അഴഞ്ഞു പോകും. ഇതങ്ങനെ അധികം അഴയാൻ പാടില്ല. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേണം നമുക്കിത് മിക്സ് ചെയ്യാൻ. ഇപ്പോൾ ഞാനിത് നന്നായി മിക്സ് ചെയ്ത് എടുത്തു കഴിഞ്ഞു കേട്ടോ. ഇനി ഇത് മാത്രം പോരാ, ഇതാണ് ഇതിൻ്റെ കൺസിസ്റ്റൻസി. ഇനി ഇത്രയും മാത്രം പോരാ. ഇനി നമ്മൾ കൈ കൊണ്ട് ഇത് നന്നായി ഒന്ന് അടിച്ചെടുക്കണം. ഇനി നമ്മൾ ഈ ബാറ്റർ എത്രത്തോളം ഇങ്ങനെ അടിച്ചു കൊടുക്കുന്നോ അത്രത്തോളം നമുക്ക് ടേസ്റ്റ് ഉണ്ടാവും നമ്മളുടെ ഈ ലുഖൈമത്തിന്. ഇപ്പോൾ ഞാൻ നന്നായി മിക്സ് ചെയ്തെടുത്തു കേട്ടോ. ഇനി നമുക്കിത് 2 മണിക്കൂർ നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇതൊന്ന് പൊങ്ങി വരണം. ഇനി നമുക്കിത് ഒരു അലൂമിനിയം ഫോയിൽ കൊണ്ട് കവർ ചെയ്ത് വെക്കാം. ഇനി നമുക്ക് 2 മണിക്കൂറിന് ശേഷം ഇത് ഓപ്പൺ ചെയ്യാം. ഇപ്പോൾ 2 മണിക്കൂർ കഴിഞ്ഞു കേട്ടോ. ഇനി നമുക്കിതൊന്ന് തുറക്കാം. നന്നായി പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ, കണ്ടോ? ഇനി നമുക്ക് ലുഖൈമത്ത് തയ്യാറാക്കാം. ഇനി നമ്മളിത് ഇളക്കി യോജിപ്പിക്കുകയൊന്നും ചെയ്യേണ്ട. ഓരോ സൈഡിൽ നിന്നും അല്പം മാവ് എടുത്തിട്ട് ചൂടായ ഓയിലിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. ഇപ്പോൾ ഞാനൊരു പാൻ വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഫ്രൈ ചെയ്യുന്നതിന് ആവശ്യമായ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ബൗളിൽ കുറച്ച് വെള്ളം എടുക്കണം. ഈ ബൗളിലെ വെള്ളത്തിൽ നമ്മൾ കൈ മുക്കിയതിന് ശേഷം വേണം മാവ് കുറച്ചായി എടുത്ത് ഓയിലിലേക്ക് ഇടാൻ. ഇപ്പോൾ ഓയിൽ നന്നായി ഹീറ്റായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ആദ്യം നമ്മുടെ കൈ വെള്ളത്തിൽ മുക്കണം. വെള്ളത്തിൽ മുക്കാനായിട്ട് നമ്മൾ മറന്നു പോകരുത്. കൈ ഒന്ന് വെള്ളത്തിൽ മുക്കിയതിന് ശേഷം നമ്മൾ എവിടെ നിന്നാണോ ബാറ്റർ എടുക്കുന്നത് അവിടെ മാത്രം ഒന്നിങ്ങനെ ഇളക്കി കൊടുക്കാം. എന്നിട്ട് ആവശ്യത്തിന് മാവ് എടുത്തതിന് ശേഷം ഇങ്ങനെ ഉരുട്ടിയിട്ട് നമ്മുടെ കൈയുടെ ഉള്ളിൽ കൂടെ ഇങ്ങനെ ഒരു ഡ്രോപ്പ് ഇട്ട് കൊടുക്കുക. കണ്ടോ? ഇപ്പോൾ കണ്ട എല്ലാം നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. ഇത് ലോ ഫ്ലെയിമിൽ വെച്ച് മാത്രമേ ചെയ്യാവൂ കേട്ടോ. എന്നാലും ഇതിൻ്റെ ഉൾവശമൊക്കെ നമുക്ക് നന്നായി മുരിഞ്ഞ് കിട്ടുള്ളൂ. എന്നിട്ട് നമുക്ക് ഇതിങ്ങനെ മുരിഞ്ഞ് വരുന്നതനുസരിച്ച് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണം. ഇനി നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. എന്നിട്ടൊരു ഗോൾഡൻ ബ്രൗൺ ആവുമ്പോൾ നമുക്ക് എടുക്കാം. ഇപ്പോൾ നമ്മുടെ ഡംപ്ലിങ്സ് ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിൽ നിന്ന് എടുക്കാം. നിങ്ങൾക്ക് ചെറുതായിട്ട് വേണമെങ്കിൽ ചെറുതായിട്ട് ഇടാം, വലുതായിട്ട് വേണമെങ്കിൽ വലുതായിട്ട് ഉണ്ടാക്കാം കേട്ടോ. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് നമുക്ക് ചെയ്യാം. അങ്ങനെ നമ്മൾ രണ്ടാമതിട്ട ഡംപ്ലിങ്സും റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് എടുക്കാം. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും തയ്യാറാക്കി എടുക്കാം. അങ്ങനെ ഞാൻ എല്ലാം ഫ്രൈ ചെയ്തെടുത്ത് കഴിഞ്ഞു. ഇനി ഞാൻ ഇതിലേക്ക് ഒഴിക്കാൻ പോകുന്നത് ഡേറ്റ് സിറപ്പാണ് കേട്ടോ. ഡേറ്റ് സിറപ്പാണ് ഇതിൽ ഉപയോഗിക്കുന്നത്. ഇത് തന്നെ വേണമെന്ന് നിർബന്ധമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഷുഗർ സിറപ്പ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഹണി ഉപയോഗിക്കാം. ഇപ്പോൾ ഞാൻ അതിൻ്റെ മീതെ കൂടെ ഡേറ്റ് സിറപ്പ് ഇട്ടു. ഇനി നമുക്ക് കുറച്ച് വെളുത്ത എള്ള് ഇതിൻ്റെ മീതെ കൂടെ ഇട്ട് കൊടുക്കാം.
അങ്ങനെ നമ്മൾ ലുഖൈമത്ത് ഉണ്ടാക്കി കഴിഞ്ഞു. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വളരെ ടേസ്റ്റിയാണിത് കണ്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യണം. അപ്പോൾ നിങ്ങളുടെ കമൻസൊക്കെ അറിയിക്കണം. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായാൽ ജുലീനാസ് കിച്ചൻ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക് യു.